ഹായ് ഫ്രണ്ട്സ്, ഫിലോസഫി മോട്ടിവേറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തോൽവി അനുഭവപ്പെടുമ്പോഴാണ് ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത്. സ്വന്തമായ സ്വപ്നങ്ങളെ പിന്തുടരുക, ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് മാത്രമേ അറിയാവൂ. അത് യാഥാർത്ഥ്യമാകുന്നതുവരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. എൻ്റെ ചിരി മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. വന്ന വഴി മറക്കാതിരിക്കുക, കാരണം ആ വഴിയിലൂടെ പിന്നെയും നടക്കേണ്ടി വരും. മറക്കുന്നതിലും ബുദ്ധിമുട്ടാണ് മറക്കുന്നത് പോലെ അഭിനയിക്കാൻ. ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടരുത്. വിശാലമായ ലോകം നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. നമുക്ക് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാൻ കഴിയും. എവിടെയാണോ നിങ്ങൾ കരഞ്ഞത്, എവിടെയാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്, അവിടെ തന്നെ നിങ്ങൾ മാനിക്കപ്പെടും. കാരണം ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ടാകും. മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഈ കാലത്ത് മാറ്റമില്ലാതെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭക്തിയുടെ കച്ചവടം. ദൈവം എന്നത് ഒരു ബിസിനസ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യൊപ്പ് ഓട്ടോഗ്രാഫായി മാറുന്നത് നമ്മൾ ജയിക്കുമ്പോഴാണ്. എത്ര ചെങ്ങായിമാരുണ്ടെന്ന് പറഞ്ഞാലും അതിലൊന്നും പെടാത്ത ഒരു ഒറ്റ ചങ്ങായി നമുക്കുണ്ടായിരിക്കും. ചില നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങളായി ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഇഷ്ടങ്ങൾ മടുത്താലും നഷ്ടങ്ങളോടെന്നും പ്രണയമായിരിക്കും. നിങ്ങളുടെ പണമോ ബന്ധങ്ങളോ ജോലിയോ അല്ല നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം കൊണ്ടു തരുന്നത്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുമ്പോഴാണ്. ഒരിക്കൽ നമുക്ക് കിട്ടിയ സത്യസന്ധമായ സ്നേഹം, നിഷ്കളങ്കമായ പരിഗണന, ഇവയൊക്കെ നമ്മുടെ ബുദ്ധി മറന്നു പോയാലും ഒരിക്കലും നമ്മുടെ ഹൃദയം മറന്നു പോകില്ല. ഓരോ നിമിഷം തോറും നമ്മുടെ പുതിയ തുടക്കമാണ്. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം പതുക്കെയാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം അറിയാറില്ല. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ സമയം കുറവാണ്. ഓരോ തവണയും സമയം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളും മാനസികാവസ്ഥകളുമാണ്, അല്ലാതെ ക്ലോക്കുകളല്ല. എപ്പോഴും സമയത്തെ ആസ്വദിക്കുക. ഇഷ്ടപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളെ എത്രമാത്രം സന്തുഷ്ടരായി നിർത്താൻ കഴിയും എന്നതിലാണ് കാര്യം. തെറ്റുകൾ ചെയ്യുന്നവരല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത്. അനുഭവം നല്ലൊരു അധ്യാപകനാണ്. വേറെ ആരെക്കാളും വളരെ ക്രൂരമായിട്ടായിരിക്കും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. മിടുക്കൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ജ്ഞാനികൾ പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നു. ചുറ്റുപാടുമുള്ള ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നും ആരും പാഠം ഉൾക്കൊള്ളുന്നില്ല. അനുഭവങ്ങൾ തന്നിൽ തന്നെ ഉണ്ടാകണമെന്ന വാശിയിലാണ് പലരും. നിങ്ങൾ സൂര്യനെ പോലെ കത്തണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ പ്രകാശിക്കുക. ഒരു വിജയം നേടുന്നതിന് മുമ്പ് ഏറെ പ്രതിസന്ധികൾ നേരിടണം. എന്നാലേ വിജയം ശരിക്കും ആഘോഷിക്കാൻ കഴിയൂ.